സ്വന്തം വീട്ടിൽ ഐശ്വര്യവും ശാന്തിയും സമാധാനവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? എന്നാൽ പല സാഹചര്യങ്ങളിലും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ തന്നെയാണ് പലരും. വീട്ടിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരാനാകുമെന്നാണ് വിശ്വാസം. ഇത്തരത്തിലൊന്നാണ് വീട്ടിൽ ചില സസ്യങ്ങൾ നടുന്നത്. വാസ്തുശാസ്ത്രപ്രകാരം ഓരോ ചെടിക്കും ഓരോ സ്ഥാനമുണ്ട്. യഥാവിധി വളർത്തിയാൽ പുരോഗതിയും സന്തോഷവും പോസിറ്റീവായ ഊർജവും വീട്ടിലുള്ളവർക്ക് ലഭിക്കും. വെറുമൊരു അലങ്കാര സസ്യം എന്നതിലുപരി ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരുമെന്ന വിശ്വാസം മൂലമാണ് മിക്കവരും വീടുകളിൽ മണി പ്ലാന്റ് പരിപാലിക്കുന്നത്. അകത്തളങ്ങൾ അലങ്കരിക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിനുള്ളിലെ അന്തരീക്ഷത്തെ ശുചിയാക്കാൻ മണി പ്ലാന്റിന് സാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. ഇതാണ് മണി പ്ലാന്റിനെ വീട്ടിനകത്തെ അരുമ സസ്യമാക്കി മാറ്റുന്നത്. എന്നാൽ ശാസ്ത്രീയമായ അടിത്തറയില്ലെങ്കിലും മണി പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരുമെന്ന് തന്നെയാണ് വിശ്വാസം. വെറുതെ മണി പ്ലാന്റ് വീട്ടിനുള്ളിൽ വെച്ചതുകൊണ്ട് സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്ന ധാരണ ശരിയല്ല. മണി പ്ലാന്റിനെ വീടിനുള്ളിൽ കൃത്യമായ സ്ഥാനത്ത് വേണ്ട രീതിയിൽ ക്രമീകരിക്കണം. ശ്രദ്ധയോടെ വേണം മണി പ്ലാന്റ് പരിപാലിക്കാൻ. സ്ഥാനം തെറ്റിയാൽ ഫലം വിപരീതമാകും. മഹാലക്ഷ്മി വാസമുള്ള സ്ഥാനം, അതായത് തെക്ക് കിഴക്കേ മൂല, പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ ഇത് ഉത്തമമാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും മണി പ്ലാന്റ് നടരുതെന്നും വാസ്തുവിദഗ്ധർ പറയുന്നുണ്ട്. നെഗറ്റീവ് എനർജിയുള്ള വശമാണിത്. കിടപ്പുമുറിയിൽ കട്ടിലിന്റെ വലതുവശത്തോ ഇടതുവശത്തോ ആയി മണി പ്ലാന്റ് വെക്കാം. ഒരു കാരണവശാലും കട്ടിലിന്റെ ചുവട്ടിൽ വെക്കരുതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കിടപ്പുമുറിയിലെ മൂലയിൽ വെച്ചാൽ സ്ട്രെസ് ഇല്ലാതാകുമെന്നും വാസ്തു സൂചിപ്പിക്കുന്നു. മണി പ്ലാന്റിന്റെ ഇലകൾക്ക് ഹൃദയാകൃതിയാണ്. ഇത് ബന്ധങ്ങൾ സുദൃഢമാക്കാൻ സഹായിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ദമ്പതിമാർ താമസിക്കുന്നിടത്ത് ഒരു കാരണവശാലും മണി പ്ലാന്റ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സൂക്ഷിക്കരുത്. ഇത് ദാമ്പത്യത്തിൽ വഴക്കുകൾക്ക് ഇടവരുത്തും. അതുപോലെ തന്നെ മണി പ്ലാന്റ് വീട്ടിലുള്ളവരല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് വെട്ടിക്കരുതെന്നും വിശ്വാസമുണ്ട്. ഇത് ധനം കൈമറിഞ്ഞു പോകാൻ കാരണമാകുമത്രേ. സൂര്യപ്രകാശം മണി പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായതിനാൽ ജനലിന് സമീപത്ത് മണി പ്ലാന്റ് വളർത്തുന്നതാണ് നല്ലത്. ചട്ടിയിലല്ലാതെ അലങ്കാര കുപ്പികളിൽ വെള്ളം നിറച്ചും ചിലർ മണി പ്ലാന്റ് വെക്കാറുണ്ട്. ജോലിസ്ഥലങ്ങളിലും മണി പ്ലാന്റ് പരിപാലിക്കുന്നത് വളരെ നല്ലതെന്നാണ് വിശ്വാസം. അതുപോലെ മണി പ്ലാന്റ് ഒരിക്കലും ഉണങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇത് നെഗറ്റീവ് ഊർജത്തെയാണ് കാണിക്കുന്നത്. വീട്ടിലെ സമ്പത്ത് ശോഷിച്ചു പോകുന്നതിന്റെ മുന്നറിയിപ്പാണ് പലരും മണി പ്ലാന്റ് ഉണങ്ങിപ്പോകുന്നതിനെ കാണുന്നത്. വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സമ്പത്ത് കൂടും. നാം വിചാരിക്കുന്ന ഐശ്വര്യവും സത്ഫലങ്ങളും വരും. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 1 രൂപ നാണയമോ 5 രൂപ നാണയമോ എടുത്ത് ഇത് നിലവിളക്കിന് മുൻപിലിരുന്ന് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. ഇതിനുശേഷം നാണയത്തിന്റെ ഇരുവശവും അല്പം നെയ്യ് പുരട്ടാം. ഈ നാണയം കയ്യിൽ പിടിച്ച് നിലവിളക്കിൽ 3 തവണ ഒഴിയുക. ശേഷം ഇത് തുണിയിലോ പേപ്പറിലോ പൊതിഞ്ഞ് മണി പ്ലാന്റിന്റെ ചുവട്ടിൽ കുഴിച്ചിടുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ കുടുംബത്തെ തേടി വരും. മണി പ്ലാന്റിനെ തൊട്ടുതഴുകി സംസാരിക്കാം. പുറത്തുനിന്നും വരുന്നവരെ ഇത് തൊടാനോ ഇലകളിൽ നുള്ളാനോ ഒന്നും തന്നെ അനുവദിക്കുകയും അരുത്. വീടിനുള്ളിൽ ശുദ്ധവായുവിന്റെ സഞ്ചാരം ഉറപ്പുവരുത്താൻ മണി പ്ലാന്റിന് സാധിക്കും. അന്തരീക്ഷത്തിൽ നിന്നും അപകടകാരികളായ രാസമൂലകങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് മണി പ്ലാന്റിനെ മറ്റുള്ള സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് മണി പ്ലാന്റ് എന്നതിൽ സംശയമില്ല. ശാസ്ത്രീയമായ അടിത്തറകൾ പറയാനില്ലെങ്കിലും മണി പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.